വ്യോമയാന മന്ത്രാലയം 2 വിമാന കമ്പനികൾക്ക് കൂടി അനുമതി നൽകി. അൽഹിന്ദ്, ഫ്ലൈ എക്സ്പ്രസ് എന്നീ വിമാന കമ്പനികൾക്കാണ് വിമാന സർവീസ് നടത്താൻ അനുമതി നൽകിയത്. പി ബസന്തുണ്ട്. ബസന്ത്, വിവരങ്ങൾ. കേരള ആസ്ഥാനമായ അൽഹിന്ദ് ഗ്രൂപ്പാണ് അൽഹിന്ദ് എയറിന്റെ പ്രൊമോട്ടർമാര്. ഇവർക്ക് ഇപ്പോൾ വിമാന സർവീസ് നടത്തുന്നതിനുള്ള NOC നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച NOC നൽകിയെന്ന് വ്യോമയാന മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്ലൈ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കൂടി സർവീസ് നടത്തുന്നതിന് അനുമതിയുണ്ട്. ഷങ്ക് എയർ എന്നൊരു കമ്പനിക്ക് ഉത്തർപ്രദേശ് ആസ്ഥാനമായിട്ടുള്ള ഷങ്ക് എയറിന് നേരത്തെ NOC കൊടുത്തിരുന്നു. അവർ അടുത്ത കൊല്ലം സർവീസ് തുടങ്ങും എന്നാണ് ഇപ്പോൾ മന്ത്രാലയം അറിയിക്കുന്നത്. കേരളത്തിലെ ഒരു ട്രാവൽ ഏജൻസി ഗ്രൂപ്പാണ് അൽഹിന്ദ് എന്നുള്ളത്. ഇവരുടേതാണ് ഇപ്പോൾ അൽഹിന്ദ് എയർ എന്നുള്ള പേരിലുള്ള കമ്പനി ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട വിമാന സർവീസുകൾ തടസ്സമുണ്ടായപ്പോൾ ഉണ്ടായ പ്രധാനമായ ആരോപണം ഈ രംഗത്ത് അല്ലെങ്കിൽ വ്യോമയാന മേഖലയിൽ വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ ഉള്ളൂ. അത് കാരണമാണ് ഇത്തരത്തിൽ വലിയ തടസ്സങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. എയർ ഇന്ത്യയും ഇൻഡിഗോയും കൂടി ചേർന്ന് തന്നെ ഏകദേശം 90% ഈ വ്യോമയാന മാർക്കറ്റ് കൈവശം വെച്ചിരിക്കുന്നത്. അതിൽ ഇൻഡിഗോയ്ക്ക് മാത്രം 65% ഷെയർ ഉണ്ട്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് അവർ ഡുവോപോളി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ വിമാന കമ്പനികൾക്ക് ഇപ്പോൾ സർക്കാർ അനുമതി നൽകുന്നത്. ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് പറയുന്നത് 9 വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഇതിൽ പലതും സ്പൈസ്ജെറ്റ്, ആകാശ എയർ, അലയൻസ് എയർ, എയർ ഇന്ത്യ എക്സ്പ്രസ്, പിന്നെ സ്റ്റാർ എയർ, ഫ്ലൈ 91, ഇന്ത്യ വൺ എയർ തുടങ്ങിയ പേരുകളൊക്കെ ഉണ്ടെങ്കിലും വളരെ സജീവമായിട്ട് രംഗത്തുള്ളത് ഇൻഡിഗോയും എയർ ഇന്ത്യയും അതുപോലെ സ്പൈസ്ജെറ്റും ആകാശയും മാത്രമാണ്. അപ്പോൾ കൂടുതൽ പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ കമ്പനികളെ ഈ രംഗത്ത് കൊണ്ടുവന്ന കുറച്ചുകൂടി ഈ യാത്രക്കാർ നേരിടുന്ന പല വിധത്തിലുള്ള വിമാന നിരക്ക് അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്.